വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൈകേഷ് വ്ളോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെത്തോലി പീരയാണ്. അത് ഉണ്ടാക്കുന്ന ആ ഒരു നെത്തോലി പീര ഉണ്ടാക്കുന്ന അടിപൊളി വീഡിയോയിലേക്ക് ഞങ്ങൾക്ക് പോകാം. ഇത് ഉണ്ടാക്കുന്നത് എൻ്റെ വൈഫ് തന്നെയാണ്. നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ഈ നെത്തോലി മീൻ കഴുകി വൃത്തിയാക്കി പാചകത്തിലേക്ക് കിടക്കാം. നെത്തോലി മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിന് വേണ്ട സാധനങ്ങളും കൂടി നമുക്ക് കാണാം. ആവശ്യമായ സാധനങ്ങൾ: തേങ്ങ എത്ര വരും ഇത്? ഒരു മുറി തേങ്ങ, ചെറിയൊരു കഷ്ണം തേങ്ങ, ഇത്ര പച്ചമുളക്, ഇത് ഇത്ര ചെറിയ ഉള്ളി, ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം പുളി, പിന്നെ കടുക്, ഉലുവ, പിന്നെ ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനം. പിന്നെ എണ്ണ, ഉപ്പ് എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ചതച്ചും എടുക്കാം, അരിഞ്ഞ് ചെയ്യുന്നവരും ഉണ്ട്. ഇതിപ്പോൾ ചതച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം ചതച്ചെടുക്കാം. ആദ്യം ഇതല്ലേ, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയൊരു കഷ്ണം പുളി, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇത് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് എല്ലാം കൂടെ ചതച്ചാണ്. കുറച്ചുകൂടെ ചതയുണ്ടെങ്കിലും കുഴപ്പമില്ല, ചതച്ചാണ്. അടുത്ത തേങ്ങയും പച്ചമുളകും കൂടി നമുക്ക് ചതച്ചെടുക്കാം. മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ചതച്ചെടുക്കാം. തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചെടുത്തതാണ്. അത് പ്ലേറ്റിലേക്ക് ആക്കാം. ആദ്യമായി ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടായിട്ട് മതി. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതിയാവും. ശേഷം അത് എണ്ണ ചൂടായതിന് ശേഷം കടുക് നമുക്ക് പൊട്ടിക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് കറിവേപ്പില ഇട്ടതിന് ശേഷം ഈ ചതച്ച് വെച്ച ഉള്ളി ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതൊന്ന് ആദ്യം വഴറ്റിയെടുക്കാം. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ തേങ്ങ അല്ലേ ചതച്ച് വെച്ച തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനെയും കൂടി ഒന്ന് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നേരം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചെറിയ വെള്ളത്തിൽ കിടന്നൊന്ന് ഇതിനൊന്ന് വേവാൻ, അതുകൊണ്ട് മീൻ ഇട്ട് കൊടുക്കാം. മനസ്സിലായി. ലേശം ഒന്ന് ഇളക്കിയതിന് ശേഷം ലേശം ഉപ്പും ഉലുവയും കൂടെ ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഉലുവയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ലേശം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ലേശം വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം അല്ലേ. വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം, ഇനി ഈ വെള്ളം വറ്റിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അടച്ചു വയ്ക്കാം അല്ലേ. ലേശം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. കുറച്ച് നേരം അവിടെ നിന്ന് മൂടി വെച്ചാൽ ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുമ്പോൾ വെള്ളം അങ്ങ് വറ്റി നല്ല അടിപൊളി പീര റെഡിയാവും. പീര ഏകദേശം ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് ഓക്കെ, ഇത് തീരെ ആയിട്ടുണ്ട്. ലേശം കൂടെ ഒന്ന് ഓക്കെ, നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ടേസ്റ്റി പീര, നെത്തോലി പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി പീരയാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ പരമാവധി നമ്മുടെ വീഡിയോയ്ക്ക് പ്രോത്സാഹനം നൽകി നമ്മുടെ മുന്നോട്ട് പോകാൻ സഹായിക്കുക.